അസ്ഥിരോഗ വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം മുറിവിനെ സംബന്ധിച്ചിട്ടാണ്. മുറിവ് ഡോക്ടർ നിർദ്ദേശിച്ച കൃത്യമായ ഇടവേളകളിൽ ഡ്രസ്സ് ചെയ്യേണ്ടതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം മുറിവിൻ്റെ പരിചരണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് മുറിവിന് ചുറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, മുറിവിന് ചുറ്റും ചുവന്ന നിറം കാണുക. രണ്ട്, മുറിവിൽ നിന്നും എന്തെങ്കിലും ചലം, രക്തം പോലുള്ള പദാർത്ഥങ്ങൾ ഒലിച്ചിറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കുക. മുറിവിന് ചുറ്റും ചൂട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. നാലാമത്തത്, നിങ്ങൾക്ക് പനി, വിട്ടുമാറാത്ത പനി അല്ലെങ്കിൽ ഇടവിട്ടുള്ള പനിയോ ഇങ്ങനെ എന്തെങ്കിലും അവസ്ഥകളുണ്ടോ എന്ന് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സർജറി ചെയ്ത ഡോക്ടറിന് അല്ലെങ്കിൽ ആ ആശുപത്രിനെ ഉടനെ സമീപിച്ച് തുടർ ചികിത്സ നേടേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, സ്ഥിരമായിട്ട് രോഗികൾ ചോദിക്കുന്നതാണ്, ഈ സർജറി കഴിഞ്ഞ ആളുകൾ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം. രോഗി സർജറിക്ക് മുമ്പ് എന്തൊക്കെ ഭക്ഷണങ്ങളാണോ കഴിച്ചത് അതെല്ലാം സർജറി കഴിഞ്ഞിട്ടും കഴിക്കാവുന്നതാണ്. പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉള്ളത്, ഇത് പ്രമേഹ രോഗികളാണെങ്കിൽ പ്രമേഹം മുറിവ് ഉണങ്ങാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്നാണ്. അപ്പം അത് നിയന്ത്രിക്കുന്ന രീതിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള, അതായത് ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് കുറവായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഒരു പ്രമേഹ രോഗ വിദഗ്ധൻ്റെ സഹായത്തോട് കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കാനുള്ളത്, മുറിവ് ഉണങ്ങാൻ സഹായകരമായിട്ടുള്ള ഭക്ഷണം ആണ് പ്രോട്ടീൻ. ഇത് കിഡ്നി സംബന്ധിച്ച അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളല്ലെങ്കിൽ ഈ പ്രോട്ടീൻ എന്നുള്ള കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥം ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തത് ഫലവർഗ്ഗങ്ങൾ. വൈറ്റമിൻ സി കണ്ടൻറ്റ് കൂടുതലുള്ള സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, മുസമ്പി മുതലായ ഫ്രൂട്ട്സുകളൊക്കെ ധാരാളമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നാലാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിനെ കുറിച്ചാണ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ള രോഗികൾ 2 മുതൽ 3 ലിറ്റർ വെള്ളം വരെ കുടിക്കുന്നത് നല്ലതാണ്, അവർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ. അവസാനത്തേതും എന്നാൽ വളരെയധികം പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് അസ്ഥിരോഗ വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള രോഗി സന്ദർശനം. ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നമ്മൾ കർശനമായിട്ടും നിയന്ത്രിക്കേണ്ടതാണ്. കാരണം സന്ദർശകരിൽ നിന്നും രോഗിയിലേക്ക് അണുബാധ പടരാനും അത് രോഗിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം സന്ദർശനങ്ങൾ ആവശ്യമില്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. താങ്ക് യു.